ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ശ്രുതി. അപ്പോൾ ഇന്നലെ ഈ ബ്ലൂ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം 5 മണിക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് പോയത് സ്കിൻ ക്ലിനിക്കിലാണേ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്, എൻ്റെ ഫേസൊക്കെ ഭയങ്കര സെൻസിറ്റിവിറ്റിയാണ്. അപ്പോൾ ഈ സൺലൈറ്റ് എനിക്ക് ഒട്ടും കൊള്ളാൻ പാടില്ല. അപ്പോൾ കുറേ കിടന്ന് വെയിലൊക്കെ കൊണ്ടതുകൊണ്ടായിരിക്കാം ഫേസൊക്കെ ഫുൾ അലർജി, റാഷസ്, റെഡ്നെസ് ഫുള്ളായിട്ട് എനിക്ക് ഭയങ്കര വേദന. അപ്പോൾ രാവിലെ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാൻ ഈ നേരെ ഊബറൊക്കെ പിടിച്ച് പോകുന്നത് മുട്ടത്തുറ കല്ലുമൂട് ജംഗ്ഷനിലുള്ള എൻജെ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു നല്ല ഫ്രണ്ട്ലി ഡോക്ടറാട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് മുകളിലോട്ട് പോകാമെന്ന് കരുതി ചായയും കുടിച്ചു. നല്ല ചൂടായതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് ചായ ഒന്ന് തണുപ്പിച്ച് തരുമെന്ന്. അങ്ങനെ 2-3 ഇങ്ങനെ 2 ഗ്ലാസ്സിലൊക്കെ ആക്കി ചായ തന്നു. അങ്ങനെ ആ ചായയും കുടിച്ചിട്ട് ഞാൻ നേരെ മുകളിലോട്ട് പോയപ്പോൾ ഗൈസ് അവിടെ പോസ്റ്റായി 3/4 മണിക്കൂറോളം. കാരണം ധൃതി പിടിച്ച് ചായയും കുടിച്ച് മുകളിലോട്ട് അവിടെ കയറിയപ്പോൾ ഡോക്ടർ വന്നത് കുറേ ടൈം കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അയ്യോടാ ചായയുടെ കൂടെ വല്ല പരിപ്പോടെ വല്ലതും കഴിച്ചിട്ട് മെല്ലെ വന്നാൽ മതിയായിരുന്നു എന്ന്. എന്നാലും കുഴപ്പമില്ല, ഡോക്ടർ വന്നു കാണിച്ചു, എൻ്റെ പ്രൊസീജിയറൊക്കെ തുടങ്ങി. എനിക്ക് ചെയ്തത് ഫുൾ ഫേസിലുള്ള കെമിക്കൽ പീലാണ്. ഐ മീൻ ഇത് ഫസ്റ്റ് ടൈം അല്ല കേട്ടോ ഞാൻ പോകുന്നത്. മോർ ദാൻ 1 ഇയറിൽ കൂടുതലായി ഞാൻ അവിടുത്തെ സ്കിൻ കാണിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്ലി ഡോക്ടറാണ്. നിങ്ങളുടെ സ്കിൻ ആൻഡ് ഹെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും അവിടെ ചെയ്യണതായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കൂ കേട്ടോ. ഡോക്ടർ എൻജെ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് എന്നാണ് ഇതിൻ്റെ പേര്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്നോട് DM ചെയ്ത് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡോക്ടർ എപ്പോഴും എൻ്റെ ഫേസ് കണ്ടിട്ട് ചോദിക്കും, ശ്രുതി എൻ്റെ ഫേസ് ഇന്ത്യൻ സ്കിന്നല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും പ്രോബ്ലംസ് ഒക്കെ എന്ന്. സോ എന്തായിരുന്നാലും ആ ഒരു ഹാഫ് ആൻ അവർ എടുത്തു. ദെൻ വീണ്ടും ഊബർ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ ഒന്നും വണ്ടിയില്ല. അവസാനം കുറച്ച് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ചേട്ടൻ പെട്രോൾ അടിക്കാൻ അവിടെ വരെ അതുവഴി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു പ്ലീസ് ചേട്ടാ ഇതൊരു ഓട്ടോ ഒന്നും വരത്തില്ലെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ചേട്ടൻ പറഞ്ഞു ഓക്കെ മോളെ വന്നോളൂ എന്ന്. അങ്ങനെ ഓട്ടോ കയറി ഞാൻ വേഗം വീട്ടിലെത്തി. സോ ഇതാണ്